ഈ സെല്ലർ മല്ലു എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ ആമസോൺ റിലേറ്റഡ് ആയിട്ടുള്ള എ ടു സെഡ് പ്ലാറ്റ്ഫോം വർക്ക്, നിങ്ങൾക്ക് ഒരു സ്റ്റാഫിനെ ഒന്നും വെക്കാതെ തന്നെ നിങ്ങൾക്ക് ഒരു ബിസിനസ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ പ്ലാറ്റ്ഫോം വർക്ക് എടുത്ത് വരുമാനം നേടിയതിന് ശേഷം മാത്രം സ്റ്റാഫിനെ വെച്ചാൽ മതി. അത്രയ്ക്ക് ഈസി മെത്തേഡ് ആയിട്ടുള്ള ഓരോ ആമസോൺ അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളാണ് പരിചയപ്പെടുത്തുന്ന ചാനലാണിത്. ഇതിലെല്ലാ ഓരോ ദിവസമായിട്ടും ഓരോ വീഡിയോസ് ആമസോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ വീഡിയോസ് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെയാണ് അക്കൗണ്ട് ഹെൽത്ത് എന്നൊരു സംഭവം എന്ന് വെച്ചാൽ അക്കൗണ്ട് ഹെൽത്ത് എന്താണ്, ഇത് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ ഫസ്റ്റ് ഈ ഒരു നമ്മളെ സെല്ലറിന്റെ ഡാഷ്ബോർഡിൽ കാണുന്നതാണ് അക്കൗണ്ട് ഹെൽത്ത് എന്നുള്ള ഓപ്ഷൻ. ഇത് ഇവിടെ ചില ആൾക്കാർക്ക് ഇവിടെ വിസിബിൾ ആയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ലെഫ്റ്റ് മെനു ബാറിൽ പെർഫോമൻസ് അക്കൗണ്ട് ഹെൽത്തിൽ നേരെ കയറാം. ഇതല്ലെങ്കിൽ ഇവിടുന്ന് നേരെ അതിലേക്ക് എൻട്രി ഉണ്ട്. നെക്സ്റ്റ് കാണിച്ചുതരാം. ഇങ്ങനെ കയറാം. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ഡാഷ്ബോർഡിൽ ഓപ്പൺ ആയിട്ടുള്ളവർക്ക് കയറാം, അല്ലാത്തവർക്ക് ഇതാണ് അക്കൗണ്ട് ഹെൽത്ത് എന്ന സംഭവം. ഇതിൽ നമ്മൾ ഓരോ വയലേഷൻ ചെയ്യും. എന്ന് വെച്ചാൽ വേറെ ആളുടെ പ്രൊഡക്റ്റ് മാപ്പ് ചെയ്യുക, വേറെ ആളുടെ ബ്രാൻഡിന്റെ പ്രൊഡക്റ്റുകൾ നമ്മൾ സെല്ല് ചെയ്യുക, അങ്ങനെയുള്ള ഓരോ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. നമ്മൾ ഡെയിലി ഇന്നും ഇത് ചെക്ക് ചെയ്യണം. ഇത് ചെക്ക് ചെയ്താൽ മാത്രമാണ് നമ്മളെ അക്കൗണ്ടിന്റെ ഹെൽത്ത് എന്ന സംഭവം ഉണ്ടായാൽ മാത്രമേ നമ്മളെ അക്കൗണ്ടിൽ സെയിൽ ഉണ്ടാവുള്ളൂ. ഇത് വളരെ ബാഡാണ്. ഇത് 200 കുറവാണ്. 200 കുഴപ്പമില്ലാത്തൊരു ഇതാണ്. എന്നാലും പക്ഷെ നമ്മളെന്ത് ചെയ്യണം, ഇത് പിറകോട്ട് വരുന്തോറും ഇതിന്റെ കളർ മാറും, ഓറഞ്ച് ഒക്കെ ആവും. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സ്ഥിതി വരുമ്പോ നമ്മളെ അക്കൗണ്ട് പറ്റി കുറയുകയാണെങ്കിൽ ആമസോൺ നമ്മുടെ അക്കൗണ്ട് എന്ത് ചെയ്യും, ഇതിന്ന് റിമൂവ് ചെയ്യും. പിന്നെ നമുക്ക് ആമസോണിൽ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മളെ അക്കൗണ്ട് റിമൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടി എന്നും ഇതിൽ വയലേഷൻസ് എന്തെങ്കിലും ഉണ്ടോന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മളെ കൂടുതൽ ലിസ്റ്റിംഗ് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കേണ്ടി വരും, ചിലത് എഡിറ്റ് ചെയ്ത് റെഡി ആവും. അത് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കുക. ഇന്നിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇതിലൊരു നിലവിലൊരു വയലേഷൻ ഒന്നും വന്നിട്ടില്ല. നമ്മൾ അത്ര ശ്രദ്ധിക്കുന്ന ഒരു അക്കൗണ്ട് ആയതുകൊണ്ടാണ്. പിന്നെ ഇതിൽ എന്ന് വെച്ചാൽ ലേറ്റ് ഡിസ്പാച്ച് റേറ്റ്, നമുക്ക് ഓർഡർ വന്നിട്ട് നമ്മൾ ലേറ്റ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്താൽ പോലും നമ്മളെ അക്കൗണ്ടിനെ ബാധിക്കുന്ന ഒരു കാര്യമാണിത്. ഡിസ്പാച്ച് റേറ്റ് അണ്ടർ 2, ഇതിന് മുകളിൽ വരികയാണെങ്കിൽ അക്കൗണ്ട് ഹെൽത്തിനെ ബാധിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ എപ്പം അക്കൗണ്ട് ഹെൽത്ത് ഇനിയിപ്പോൾ ഒരു ഓർഡർ വരികയാണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ ഷെഡ്യൂൾ ചെയ്യണം. അതിന് ഒരു ടൈം കൊടുത്തിട്ടുണ്ടാവും, അതിനുള്ളിൽ ഷെഡ്യൂൾ ചെയ്തിട്ടില്ലെങ്കിൽ അക്കൗണ്ട് ഹെൽത്ത് വരും. ഇത് വയലേഷൻ കണ്ടിന്യൂഷൻ ആയിട്ട് വരികയാണെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങളുടെ അക്കൗണ്ട് ആമസോൺ റിമൂവ് ചെയ്യും. ഇനിയിപ്പോൾ ഇവിടെ ഇത് റീസണും ഇവിടെ വരും. ഇവിടെ 1 എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരും വയലേഷൻ. ഇത് റീസണും ഇവിടെ കാണിക്കും. അപ്പൊ എന്ത് ചെയ്യണം, അതിന്റെ റീസൺ ഇപ്പോൾ ഉദാഹരണം ഇങ്ങനെ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം, ഇതിൽ ഒന്ന് പറഞ്ഞാൽ എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഇതേപോലെ ഇവിടെയാണ് ഓപ്ഷൻ വരിക, ഓരോന്നിനും ഓരോന്നുണ്ടാവും. എന്ത് ചെയ്യണം, ഒന്ന് നമ്മൾ ആദ്യം എഡിറ്റ് ചെയ്യണം. എന്നിട്ട് ഇത് പോകുന്നില്ല, വയലേഷൻ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്തതിനു ശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ വയലേഷൻ പോകും. അത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ലിസ്റ്റിംഗ് റിമൂവ് ചെയ്തിട്ട് ഒന്നുകൂടി സബ്മിറ്റ് ചെയ്യുക. എന്നിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആമസോണിൽ ടിക്കറ്റ് ഓപ്പൺ ചെയ്യണം. എന്ന് വെച്ചാൽ ആമസോണിന്റെ കസ്റ്റമർ സർവീസ് ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഇഷ്യൂ നിങ്ങൾ ഒരു ചെയ്ത് കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ കഴിയും. അത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അടുത്ത വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെയാണ് ആമസോണിന്റെ കസ്റ്റമർ സർവീസ് ആയിട്ട് കോൺടാക്ട് ചെയ്യുക, എങ്ങനെ മെസ്സേജ് അയക്കുക, എങ്ങനെ കോൾ ചെയ്യുക എന്നുള്ളതിന്റെ ഒരു വീഡിയോ അടുത്ത ഇതിൽ വരുന്നതായിരിക്കും. ഓക്കെ, ഇത്രേ ഉള്ളൂ അക്കൗണ്ട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം. പക്ഷെ ഇത് മോർ ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണിത്. ഇതില്ലെങ്കിൽ നിങ്ങളെ അക്കൗണ്ട് ആമസോൺ ഡീആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, ഇതുപോലെ ആമസോൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.